വെൽക്കം ടു ജെസീസ് കിച്ചൺ. ഇന്ന് ഞാനൊരു നല്ല അടിപൊളി മട്ടൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കുറുമയാണ് ഇത്. ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു മട്ടൻ കുറുമയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ മട്ടനാണ്. അപ്പോൾ ഇതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പൂ, ഏലക്ക, പട്ട എന്നിവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി 1 ഗ്ലാസ് തേങ്ങയുടെ 2ാം പാലാണ്. ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കുക്കർ അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 3 പച്ചമുളകുമാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയുള്ളി എടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് പച്ചമുളകും കുരുമുളകും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് ഇട്ട് കൊടുക്കണം, പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ഏലക്കായും ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇടുമ്പോൾ നമ്മുടെ കുറുമയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുള്ളവർ കുറച്ച് തൈര് ചേർത്താലും മതി. 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10 കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് അടിച്ചെടുക്കാം. അതേപോലെ തന്നെ ഒരു പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കൈവച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയൊക്കെ നന്നായി വഴന്ന ശേഷം നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ വെള്ളം എത്ര നമുക്ക് ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഉടച്ച ശേഷമാണ് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മട്ടൻ്റെ വേവൊക്കെ നോക്കി കുക്കായെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മട്ടനൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരുന്ന കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നമ്മൾ കുറുമ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. 1/2 ഗ്ലാസ് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് പോകും. ഇപ്പോൾ നമ്മുടെ കുറുമ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി നമുക്കൊന്ന് വറവിട്ടെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം, ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വറവിട്ടത് നമുക്ക് മട്ടൻ കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമയാണ്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോൻ്റെ മുമ്പ് ഞാൻ കുറച്ചധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക.